Hello friends, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് നമ്മുടെ Bsnl ഫൈബറും Asianet ഫൈബറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും സ്പീഡ് ടെസ്റ്റിംഗും വീഡിയോ ടെസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിനാണ് നിങ്ങളൊരു ഫൈബർ കണക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ Bsnlലും Asianetലും ഏതാണ് ബെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ TV കാണാൻ, അതായത് നിങ്ങൾ OTT 4K TV കാണാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാനാണ് നല്ലത്, അതൊക്കെയാണ് നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പുതിയ കണക്ഷൻ എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പുതിയതായിട്ട് എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് നിങ്ങൾ URL കണ്ടായിരിക്കും ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയത്തിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് കമ്പാരിസൺ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 60 Mbps പ്ലാനാണ് രണ്ടിലും, അതായത് Bsnl ഫൈബറിലും അതുപോലെ തന്നെ Asianet ഫൈബറിലും നമ്മൾ എടുത്തേക്കുന്നത് 60 Mbps പ്ലാൻ തന്നെയാണ് കേട്ടോ. അതായത് 60 Mbps പ്ലാനാണ്. അപ്പോൾ അതിൽ രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും സെയിം ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആക്ച്വലി രണ്ടും ഒരു 99% സ്റ്റേബിൾ തന്നെയാണ്. രണ്ടിൻ്റെയും കമ്പാരിസൺ ചെയ്തതെന്ന് വെച്ചാൽ Asianet എടുത്തിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ച ഒരു 1 വീക്ക് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആക്ച്വലി ഈ വീഡിയോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്ര പെട്ടെന്ന് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ Asianet എടുത്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേബിളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സ്റ്റേബിൾ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് ഡിസ്കണക്റ്റ് ആവുന്ന സംഭവങ്ങളാവണമെന്നില്ല കേട്ടോ. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ Bsnlലും അങ്ങനെ ഡിസ്കണക്ട് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകണ പരിപാടി അതാണ് സംഭവമൊന്നുമില്ല. Asianet ആണെങ്കിലും അങ്ങനെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ രണ്ടും സ്റ്റേബിളിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരേ മാർക്ക് തന്നെയാണ്. എന്താ പറയുക, തംസപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ മോഡത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ Asianet തന്നെയാണ് ബെസ്റ്റ്. എന്ന് വെച്ചാൽ Asianet കൊടുക്കുന്ന മോഡംസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇൻ്റർനാഷണൽ മോഡംസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് നോക്കിയയുടെ മോഡാണ്. അവർ നോക്കിയയുടെ കൊടുക്കുന്നുണ്ട്, ഹുവാവേ കൊടുക്കുന്നുണ്ട്, ജെനിസിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ Bsnlൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് Bsnlൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ എന്താ പറയുക നെറ്റ്ലിങ്ങിൻ്റെ മോഡായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി Bsnl കൊടുക്കുന്നത് നെറ്റ്ലിങ്ങിൻ്റെയും സൈറോടെക്കിനെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് സമയമായിട്ട് ജെനിസിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതും ലിമിറ്റഡ് ആയിട്ടുള്ള LCOക്കാർ മാത്രമേ ജെനിസിക്സ് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ സൈറോടെക്കും നെറ്റ്ലിങ്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ആക്ച്വലി നെറ്റ്ലിങ്ക് സൈറോടെക്കൊന്നും നമ്മൾ അടിച്ച് നോക്കുമ്പോൾ അത് ഇന്ത്യൻ കമ്പനിയാണ്. പക്ഷേ അത് സംഭവം അവരുടെ പ്രൊഡക്ട്സ് എല്ലാം ലോക്കൽ ചൈനീസ് സാധനങ്ങൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കിക്കുന്നതാണ്. അപ്പോൾ സെക്യൂരിറ്റി സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വൻ ബോറ് സാധനമാണ് ശരിക്കും നെറ്റ്ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അത്രയ്ക്കും ഒരു എന്താ പറയുക ഹാക്കിങ്ങും അങ്ങനെ അതേപോലെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മോഡം മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ മോഡം മാറ്റിയിട്ടുണ്ടായിരുന്നു, ഹുവാവേയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കോൺ എന്ന് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നെറ്റ്ലിങ്കിൻ്റെ മോഡം എന്താ പറയുക സെക്യൂരിറ്റി സൈഡിൽ വൻ താഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു നമ്മൾ നോക്കിയുടെ മോഡം പറയുമ്പോൾ അതിൽ ആക്ച്വലി നമ്മുടെ ഫേംവെയറിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആൻറ്റി ഹാക്കിംഗ് ഫയർവാൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഫയർവാൾ നമുക്ക് ഫേംവെയറിൽ നമുക്ക് ഒരു മോഡൽ തന്നെ കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അതേപോലെ IPv6 എല്ലാം നമുക്ക് സപ്പോർട്ടറാണ്. അപ്പോൾ മോഡത്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ Asianet തന്നെയാണ് നല്ലത്. പിന്നെ വേറെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ Bsnl ഞാൻ ആക്ച്വലി 4000 രൂപ കൊടുത്ത് വാങ്ങിച്ച മോഡാണ്. Asianet-ലാകുമ്പോൾ എനിക്കത് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്, നമ്മുടെ പ്ലാൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ കാശ് ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു മെയിൻ കോൺ തന്നെയാണ് Bsnl. എന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പോൾ Bsnl കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാധനം തീരെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത്. വെച്ചാൽ ബാക്കി എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ഇത് ആക്ച്വലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി അതൊരു യൂസ് ഇല്ലാത്ത സംഭവമായിരിക്കും മാറും. അപ്പോൾ അതൊരു ഭയങ്കര വലിയ കോൺ തന്നെ. ഇപ്പോഴും അവരിപ്പോഴും അതിന് കാശ് വാങ്ങിക്കുന്നുണ്ട്. അതൊരു ഇപ്പോഴും ഭയങ്കര വൺ കോൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആക്ച്വലി അന്ന് കണക്ഷൻ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സമയം എടുത്താണ്, എനിക്ക് 2 കൊല്ലം എടുക്കുമ്പോൾ 6000 രൂപ ഫസ്റ്റ് ഇനീഷ്യൽ ചാർജ് വേണ്ടി വന്നു. അതിന് പകരം എനിക്ക് Asianet എടുത്തപ്പോൾ 1800 രൂപ വന്നുള്ളൂ പ്ലാൻ അടക്കം. അപ്പോൾ അതാണ് എൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത് കേട്ടോ. പിന്നെ പ്ലാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Asianet-ൻ്റെ പ്ലാൻ റേറ്റ് കുറവാണെന്ന് പറയാം. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ രണ്ടും 60 Mbps പ്ലാൻ തന്നെയാണ്. ഞാൻ Bsnl ഇപ്പോൾ എനിക്ക് മന്ത്ലിൻ്റെ ചാർജ് വരുന്നത് 707 റുപ്പീസാണ്, അതായത് 707 രൂപ. പക്ഷേ നമുക്ക് Asianet-ൽ എനിക്ക് വരുന്നത് 399 പ്ലസ് GST ആണ് വരുന്നത്. ശരിക്കും പ്ലാൻ ഡീറ്റെയിൽസ് വരുന്നത് 499 പ്ലസ് GST ആണ്. പക്ഷേ എനിക്കത് ഓഫർ ഉണ്ട്. എനിക്ക് 100 രൂപയുടെ കൂപ്പൺ എല്ലാം 10 മാസം നമുക്ക്
എന്താ പറയുക ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്. അങ്ങനെ നമുക്ക് 399 പ്ലസ് GST വരുന്നുള്ളൂ. അതായത് 450 470 റേഞ്ചിൽ വരുന്നുള്ളൂ. അതില്ലെങ്കിൽ തന്നെ നമുക്ക് നോർമൽ റേറ്റ് വരെ 550 സംതിങ് വരും. പക്ഷേ സെയിം സ്പീഡും സെയിം എന്താ വെച്ചാൽ ഇതിനും 3000 GB ആണ് വരുന്നത്, മറ്റേ 3300 GB ആണ് വരുന്നത്. അപ്പോൾ 300 GB വെച്ച് നമുക്ക് ആക്ച്വലി ഒന്നും ചെയ്യാനില്ല. എന്താ വെച്ചാൽ 3000 GB തന്നെ എനിക്ക് ഓവറാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും ഹെവി യൂസ് ഉള്ളവർക്കൊക്കെ 3000 GB ഒക്കെ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, പക്ഷേ കഴിയുവാൻ ചാൻസ് ഉണ്ടോന്ന്. പക്ഷെ അത് നോക്കുമ്പോഴും നമുക്ക് ലാഭം വരുന്നത് ആക്ച്വലി Asianet സൈഡിൽ നിന്ന് തന്നെയാണ്. എന്താ വെച്ചാൽ പ്ലാനിൻ്റെ എമൗണ്ട് കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് മുൻതൂക്കം നമ്മുടെ Asianet തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്പീഡ് ടെസ്റ്റ് അതെന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ എന്താ പറയുക Asianet ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി LAN വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ എന്താ പറയുക വൈഫൈ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ, Asianet-ഉം അതുപോലെ തന്നെ BSNL-ഉം. അപ്പോൾ നമ്മളിപ്പോൾ LAN വഴി കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 60 MB/s പ്ലാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്പീഡ് ടെസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ സ്പീഡ് ടെസ്റ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 നമുക്ക് 60 MB/s പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 60 അപ്പോൾ കിട്ടാറുണ്ട്, 65 64 സംതിങ് കിട്ടാറുണ്ട്. 60 MB/s പ്ലാനാണ്. അപ്പോൾ ഡൗൺലോഡും ഇതൊന്നും നമുക്ക് 60ൻ്റെ താഴെ ഇതായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നമുക്ക് 60.6 കിട്ടിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ഇപ്പോൾ 66 അതും എനിക്ക് തോന്നുന്നത് 60 എബോ തന്നെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഇതിപ്പോൾ നമ്മൾ ഏതിൽ ടെസ്റ്റ് ചെയ്താലും നമുക്ക് ഇത് സെയിം സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ചെന്നൈ സെർവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഊക്കളകൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കാണിക്കുന്നുണ്ട് Asianet സാറ്റലൈറ്റ് ആണ്, Asianet ബ്രോഡ്ബാൻഡ് ആണ്, കൊച്ചി സെർവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇത് കൊടുക്കാം. ഇത് കണ്ട് നമ്മുടെ ആവാസ് ആൻറ്റി ട്രാക്കിംഗ് ആണ് ഉണ്ടത്. നിങ്ങൾക്ക് പ്രൈവസി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആമസോണിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് 68 സംതിങ് തന്നെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. പിങ് കണ്ടു, പിങ് 2 ഉള്ളൂ, ഭയങ്കര കുറവാണ് നമുക്ക് പിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് നമ്മുടെ BSNL കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും വീഡിയോ ടെസ്റ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് വേറെ ഇപ്പോൾ കാണിക്കുന്നില്ല. വീഡിയോ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഇപ്പോൾ വീഡിയോ എല്ലാം കറക്റ്റ് സ്മൂത്തായിട്ട് തന്നെ 4K വീഡിയോ ഒക്കെ തന്നെ സ്മൂത്തായിട്ട് തന്നെ പ്ലേ ചെയ്യാവട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിക്കുന്നത് എന്താ പറയുക ഡൗൺലോഡ് സ്പീഡ് 68ഉം അപ്ലോഡ് സ്പീഡ് 68 തന്നെയാണ്. പിങ് 2ഉം അതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് കാണാം. Asianet കൊച്ചി സെർവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താ അടുത്ത് വേണ്ടത്, നമുക്കിനി നമ്മുടെ BSNL കണക്ട് ചെയ്യാം. BSNL ഇവിടെ നമുക്ക് ചിലപ്പോൾ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പാസ്വേഡൊക്കെ കൊടുത്തിട്ടൊന്ന് തിരിച്ച് ഞാൻ നമ്മുടെ BSNL വൈഫൈ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ചോദിക്കും നമ്മൾ ഒരെണ്ണം ലാനും ഒരെണ്ണം വൈഫൈ എല്ലാം കണക്ട് ചെയ്യുന്നത്. പക്ഷേ അത് രണ്ടും തൊട്ടടുത്താണ് നമ്മുടെ കമ്പ്യൂട്ടറിനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് വൈഫൈ ആയാലും ലാൻ ആയാലും ഫുൾ സ്പീഡ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വരെ കൊടുക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ അവിടെ കാണാം നമ്മുടെ BSNL ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. BSNL എൻ്റെ പേര് വരുന്നുണ്ട്, BSNL നെറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്പീഡ് ടെസ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിളിൽ തന്നെ നേരത്തെ പോലെ ചെയ്ത പോലെ ചെയ്യാം. ഇപ്പോൾ ആക്ച്വലി സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു 80-90 ഒക്കെ വരുന്നുണ്ട്. ഇതിൽ എൻ്റെ 60 MB/s പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇത് താഴേക്ക് പോകും, ഒരു 60 റേഞ്ചിൽ തന്നെയായിട്ട് കിട്ടും വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് 70 കിട്ടിയിട്ടാ. 60 MB/s പ്ലാനായിട്ടും നമുക്ക് 70 കിട്ടി. വേറൊരു കാര്യം നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഈ പ്ലാൻ കുറച്ച് 2-3 പേര് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് 70 MB/s കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ BSNL തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഞാൻ ഒന്നുകൂടി നമ്മുടെ ഊക്കളയിൽ കാണിച്ചു തരാം. അപ്പോൾ ഊക്കളയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം BSNL ആണ്. ഇത് നമുക്ക് എറണാകുളത്തെ PK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ഇഷ്യൂ വരെ പിങ് നമ്മുടെ എന്താ പറയുക ഇതിൽ നമുക്കിപ്പോൾ പിങ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 MB/s നമ്മൾ നോർമലി 20 MB/s ഒക്കെ കിട്ടാറ്. ഇപ്പോൾ നമുക്ക് പിങ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും Asianet അത്ര പിങ് കുറവൊന്നുമല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൺക്ലൂഷനിൽ വരില്ല എന്താ വെച്ചാൽ നിങ്ങൾ ഗെയിമിങ്ങിനാണ് നിങ്ങൾ ഈ നമ്മുടെ ഫൈബർ ബ്രോഡ്ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Asianet ആയിരിക്കും കുറച്ചും കൂടി നല്ല. എന്താ വെച്ചാൽ പിങ് ഭയങ്കര കുറവ് നമ്മുടെ Asianet തന്നെയാണ് കേട്ടോ. അത് എപ്പോൾ നോക്കിയാലും പിങ് കുറവ് Asianet തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്കിപ്പോൾ TV കാണാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഓൾറൗണ്ട് പെർഫോമൻസിലും അപ്ലോഡിനോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്കണക്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടു നമുക്ക് ചെറുതായിട്ട് ഒരു സ്റ്റെബിലിറ്റി, പക്ഷേ നമുക്ക് 60 MB/s ആണ് അത് കിട്ടുന്നുണ്ട്. എന്നാലും മറ്റ് രണ്ട് കാണിക്കുന്നതിലും ഒരു റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് BSNL. മറ്റേതാകുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം, ഏതിൽ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാലും സെയിം തന്നെയാണ്. എന്നാലും പക്ഷേ അത് കുറവൊന്നുമല്ല എന്ന് വെച്ചാൽ രണ്ടും സെയിം തന്നെയാണ്. എൻ്റെ 60 MB/s പ്ലാനാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു ഇതുണ്ടെന്ന് മാത്രം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ
നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഗെയിമിങ്ങിനാണെങ്കിൽ ഏഷ്യൻ്റെ എടുക്കാം. ബാക്കി രണ്ടെണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ്റെ എടുക്കാതിരിക്കും നല്ലതെന്ന് വെച്ചാൽ പ്ലാൻ ചാർജ് കുറവ് ഏഷ്യനെറ്റാണ്, അതുപോലെ തന്നെ ഇനീഷ്യൽ ചാർജ് കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏഷ്യനെറ്റ് തന്നെയാണ് നല്ലത്. പക്ഷേ പെർഫോമൻസിൻ്റെയും സ്പീഡിൻ്റെയും കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ പെട്ടെന്ന് കിട്ടുന്നത് ഏഷ്യനെറ്റ് ആണെങ്കിൽ ഏഷ്യനെറ്റ് എടുക്കാം, അല്ലെങ്കിൽ BSNL ആണെങ്കിൽ BSNL എടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വേണ്ടി നമ്മൾ ചെയ്യാൻ കാരണം കേട്ടോ. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഏരിയയിൽ കിട്ടുന്ന ഒരു ഫൈബർ ബ്രോഡ്ബാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSNLും ഏഷ്യനെറ്റും തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളൂ ജിയോയും അതുപോലെ തന്നെ എയർടെലൊക്കെ ഭയങ്കര ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫൈബർ നെറ്റ്വർക്ക് നമ്മുടെ എയർടെൽ തന്നെയാണ്, പക്ഷേ അത് ഭയങ്കര ലിമിറ്റഡ് ഏരിയസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ BSNLിൻ്റെയും ഏഷ്യനെറ്റിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഇതുപോലെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടാം. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ BSNL ആയാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല 2 കൊല്ലമായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഏഷ്യനെറ്റ് അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഏഷ്യനെറ്റ് ആയാലും BSNL ആയാലും സർവീസ് വൈസ് നോക്കിയാലും എനിക്ക് BSNLൻ്റെ സർവീസ് നല്ല ഭയങ്കര ഫാസ്റ്റ് തന്നെയാണ്. ഏഷ്യനെറ്റിനെ നോക്കിയപ്പോഴും ഞാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക സർവീസിന് നമുക്ക് ഇതുവരെ ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോൾ ഈ സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ സർവീസിൻ്റെ സംഭവം വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് സാധനങ്ങളൊന്നും അവർ സർവീസ് ചെയ്ത് തന്നു. അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ആക്ടിവേറ്റ് ആയി. ആക്ടിവേഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഏഷ്യനെറ്റാണ് ഫാസ്റ്റ്. എന്ന് വെച്ചാൽ BSNL നമുക്ക് കണക്ഷൻ കിട്ടാൻ ഒരു 10 days 11 days എടുത്തു. ഇത് ആക്ച്വലി നമ്മൾക്ക് ഓൺലൈൻ ഇപ്പോൾ ഇതിട്ടിട്ട് 2 ദിവസത്തിലുള്ള സംഭവം കിട്ടി ആക്ടിവേറ്റും കഴിഞ്ഞു കേട്ടോ. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മോഡം കൊണ്ടുവച്ചു, പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് വേറെ സെപ്പറേറ്റ് എടുത്തു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആക്ടിവേഷൻ സ്പീഡ് ഫാസ്റ്റൊക്കെ ഏഷ്യനെറ്റ് തന്നെയാണ്. പക്ഷേ സർവീസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ സർവീസിങ് സാധനങ്ങളൊന്നും വന്നിട്ടില്ല, പിന്നെ ആകെ ഒരു 1 week ആയിട്ടുള്ള യൂസ് തുടങ്ങിയിട്ട്. അപ്പോൾ സർവീസിൻ്റെ എക്സ്പീരിയൻസ് പറയാറായിട്ടില്ല. കുറച്ച് വേണ്ടി പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഓവറോൾ ഈക്വൽ സംഭവമായിട്ട് തന്നെ തോന്നിയത്. ഗെയിമിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യനെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക, അതും ഒരു പ്രൈസിങ്ങിൻ്റെ മെയിൻ ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇനീഷ്യൽ ചാർജ് ഇത്ര കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ പ്ലാൻ ഡീറ്റെയിൽസ് കുറവാണ്, പ്ലാൻ എമൗണ്ട് കുറവാണ്. അത് നോക്കുമ്പോൾ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഏഷ്യനെറ്റിന് വരുന്നത്. പക്ഷേ ശരിക്കും BSNLും ഇത് ആക്ച്വലി കുറയ്ക്കായിരുന്നു പ്ലാൻ. ഒരു ഗവൺമെൻറ് ബ്രാൻഡ് ആകുമ്പോൾ അവർ ആക്ച്വലി അവരാണ് ശരിക്കും പ്ലാൻ കുറച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് നോക്കുമ്പോൾ അവരാണ് കൂടുതൽ കൊടുക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.